അങ്ങനെ കൊട്ടും മേളവും ബഹളവും ഒക്കെ ആയിട്ട് കൂലി വന്നു. നമുക്ക് പണ്ടൊരു പറച്ചിലുണ്ട്, നമ്മൾ നല്ല സമയത്ത് എന്ത് ചെയ്താലും നല്ലതായിട്ട് വരും, മോശം സമയത്ത് അത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് മോശമായിട്ട് ഭവിക്കുന്നു. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ലോകേഷിൻ്റെ കാര്യത്തിൽ. ലോകേഷ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളുടെ ഫോമുല തന്നെ ഇവിടെ അതേ കായോസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ബഹളം, ഫുൾ നൈറ്റ് ഷോട്ട്സ്, അടി പിടി, വെട്ടുകുത്ത്, ചോരതെറി, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇത് കണക്റ്റ് ആയിട്ടില്ല ഇതൊന്നും തമ്മിൽ. അടി, പിന്നെ സ്റ്റൺസ്, അതിൻ്റെ കൂടെ അനിരുദ്ധിൻ്റെ മ്യൂസിക് ഇട്ട് പിടപ്പിക്കലിൻ്റെ കാര്യമൊന്നും പറയണ്ട. സ്റ്റണ്ടും മ്യൂസിക്കും ക്ലാസിക് എന്ന ആൾക്കാർ പറയാൻ വേണ്ടിയായിരിക്കും ക്ലാസിക്കൽ മ്യൂസിക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പലയിടത്തും. അങ്ങനെ അതെല്ലാം ഉണ്ട്. പക്ഷേ ഇത് എല്ലാം കൂടെ കൂട്ടിച്ചേരുമ്പോഴത്തേക്ക് പല മോശം സാധനങ്ങളും കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ ഒരു ആനച്ചന്തം വരും. ഇത് എല്ലാ നല്ല സാധനങ്ങളും കൂട്ടിച്ചേർത്ത് വെച്ചിട്ടും ഒരു നല്ല സാധനം കിട്ടിയിട്ടില്ല. പടം വളരെ ഡള്ളായിപ്പോയി. ഒരു ഫുൾ തിയേറ്റർ, ആലപ്പുഴയിലൊക്കെ ഇത്രയും രജനി ഫാൻസ് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ജയിലറിനൊന്നും ഇത്രയും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ലോക്കിയുടെ ഫാൻസും കൂടെ ആയിരിക്കും. ഒരു ഫുൾ തിയേറ്റർ ചത്തിരുന്ന് പടം കണ്ടിട്ടിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ അവസാനം മാത്രം എപ്പോഴും ഒരു കയ്യടി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ ഈ ദീർഘനിശ്വാസങ്ങൾ മാത്രമേ ഇരുട്ടത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു.